ഗൈസ്, അപ്പോൾ ഈ പെട്ടി നിറച്ചും നിങ്ങൾക്കുള്ള ഗിഫ്റ്റാണ്. ഇത് നിറച്ചും ഗീവ് അവേ ഗിഫ്റ്റ് ഞാൻ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ ബാക്ക് ടു സ്കൂൾ ഗീവ് അവേയുടെ ഗിഫ്റ്റ്സും ഉണ്ട്, അതുപോലെ തന്നെ 5K ഗീവ് അവേയുടെ ഗിഫ്റ്റ്സും ഉണ്ട്. എല്ലാം കൂടെ ഒരു സെറ്റാക്കി ഞാൻ എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. So guys, welcome back to my channel Tales of Mubi. Hope you all are doing well. So ഇന്നത്തെ വീഡിയോ നമ്മുടെ ഗീവ് അവയുടെ റിസൾട്ട് അനൗൺസ്മെൻറ്റ് വീഡിയോ ആണ്. ഞാൻ ഈ ഗിഫ്റ്റൊക്കെ എടുക്കാൻ എളുപ്പത്തിന് ഒരു ബോക്സ് നിറച്ചും നമ്മുടെ 5K ഗീവ് അവയുടെ ഗിഫ്റ്റും ബാക്ക് ടു സ്കൂൾ ഗീവ് അവയുടെ ഗിഫ്റ്റും എല്ലാം കൂടെ അടുക്കി സെറ്റാക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ബാക്ക് ടു സ്കൂൾ ഗീവ് അവയുടെ റിസൾട്ട് അനൗൺസ്മെൻ്റ് ആണ്. സത്യം പറയാമല്ലോ, ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. കാരണം ആ ഒരു ബാക്ക് ടു സ്കൂൾ ഗീവ് അവേ വീഡിയോ ഇട്ടപ്പോൾ അത് ഇത്രയും റീച്ച് ആവുന്നോ, ഇത്രയും പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അത് ഓൾമോസ്റ്റ് 5K സംതിങ് വ്യൂസ് ആയിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ കമൻസ് 2500 സംതിങ്, അതായത് 2.5K പ്ലസ് കമൻസ് ഒക്കെ ആയിട്ടുണ്ട്. അതിൽ നിന്ന് എങ്ങനെ വിന്നറിനെ സെലക്ട് ചെയ്യും എന്നുള്ള ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു ഞാൻ. അങ്ങനെ കുറേ കൺഫ്യൂഷൻസിന് ശേഷം ഞാൻ വിന്നേഴ്സിനെ സെലക്ട് ആക്കിയിട്ടുണ്ട്. ആ ഒരു റിസൾട്ട് അനൗൺസ്മെൻറ്റ് വീഡിയോ ആണ്, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ എന്തായാലും കാണുക. ഫസ്റ്റ് തന്നെ ഞാൻ നമ്മുടെ ഗീവ് അവയുടെ വീഡിയോസിൻ്റെ കമൻസ് എല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫുൾ വീഡിയോ, അതായത് ബാക്ക് ടു സ്കൂൾ ഗീവ് അവയുടെ ഫുൾ വീഡിയോയും അതുകൂടാണ്ട് ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. രണ്ട് വീഡിയോയുടെയും ഫുൾ കമൻസ് ഞാൻ നോക്കിയിട്ടുണ്ട്. നിങ്ങളുടെ ആരുടെയും കമൻറ്റ് കാണാണ്ടിരുന്നിട്ടില്ല. കുറേ കമൻറ്റൊന്നും ഹാർട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല, മീൻസ് ലൈക്കൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും ഞാൻ എല്ലാ കമൻറ്റും ഫുൾ ഇരുന്ന് വായിച്ച് നോക്കിയിട്ടാണ് വിന്നറിനെ സെലക്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാകും, ഒരുപാട് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഒരാൾ തന്നെ ഒന്നിൽ കൂടുതൽ കമൻറ്റ്സ് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറേ പേര് ഇട്ടിട്ടുണ്ട്. അത് ഞാൻ എല്ലാം തന്നെ വായിച്ചു നോക്കിയിട്ടുണ്ട്. ജെനുവിനായിട്ടുള്ള അർഹതപ്പെട്ടവർക്ക് തന്നെയാണ് ഇത് കിട്ടിയിരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ വിന്നേഴ്സായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് അത് കിട്ടാൻ അർഹതപ്പെട്ടവർ തന്നെ ആയിരിക്കട്ടെ എന്നാണ് ഞാൻ മനസ്സിൽ ദുആ ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതും. ആദ്യം തന്നെ പറയട്ടെ, ഈ വിന്നേഴ്സിന് ആരെയും എനിക്ക് പേഴ്സണലി പരിചയമുള്ളവരല്ല. ഞാൻ പരിചയമുള്ളവർക്കല്ല ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ നിങ്ങൾ പരിചയമുള്ളവർക്ക് മാത്രമാണോ കൊടുക്കുന്നത്. പിന്നെ പരിചയമുള്ളവർ എൻ്റെ അടുത്ത് ചോദിക്കും, ഓ നീ നമുക്കൊന്നും ഗിഫ്റ്റ് തരൂല, നീ നമുക്കൊന്നും കൊടുക്കില്ല എന്നൊക്കെ. പക്ഷേ എൻ്റെ ഒരു മനസ്സിലെന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബർ ആയിരിക്കണം, അതുപോലെ തന്നെ ഇത് കിട്ടാൻ അർഹതപ്പെടുന്നവർക്ക് തന്നെ ഇത് കിട്ടണം എന്ന നല്ല ആഗ്രഹമുണ്ട്. ബിക്കോസ് ഈ ഒരു സ്കൂൾ ടൈമിൽ ഇതൊന്നും വാങ്ങിക്കാൻ പറ്റാത്തവരായിട്ടുള്ള ഒരുപാട് പേരുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് തന്നെ ഇത് കിട്ടട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ജെനുവിനായിട്ട് തന്നെയാണ് നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ മുന്നേ ആ ഒരു ബാക്ക് ടു സ്കൂൾ ഗീവ് അവയുടെ വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റാൻഡമായിട്ട് കമൻറ്റ് സെക്ഷനിൽ നിന്നാണ് നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യുന്നതെന്ന്. അങ്ങനെ ഞാൻ ആ ഒരു ഫുൾ വീഡിയോയുടെ കമൻറ്റ് സെക്ഷൻ ഫുൾ വായിച്ച് നോക്കി. അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ കമൻറ്റ് സെക്ഷനും ഫുള്ളി വായിച്ച് നോക്കിയിട്ട് എല്ലാവരുടെയും കമൻറ്റ് നോക്കിയിട്ടുണ്ട്. എല്ലാവരെയും പരിഗണിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ വിന്നറിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് വൺ മോർ തിങ്, ഈ പ്രാവശ്യം നിങ്ങൾ ഇനി വിന്നർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും വിഷമിക്കേണ്ട, ടെൻഷൻ അടിക്കേണ്ട. എന്തായാലും ഇനിയും ഒരുപാട് ഗീവ് അവേസ് ആയിട്ട് ഞാൻ വരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളാണ് എൻ്റെ സപ്പോർട്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടും സപ്പോർട്ട് ചെയ്തിട്ടും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഒക്കെ ചെയ്തത് കൊണ്ടാണ് എനിക്ക് ഇത്രയും റീച്ച് കിട്ടാനൊക്കെ ഒരു ഹെൽപ്ഫുൾ ആയത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഒരു ടോക്കൺ ഓഫ് ലവ് എല്ലാ മന്തിലും ഞാൻ തരുന്നുണ്ട്. ഇനിയും ഇൻഷാ അല്ലാഹ് കമ്മിങ് ഡേയ്സിൽ ഗീവ് അവേ നടത്താനും ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പം നിലവിൽ ബാക്ക് ടു സ്കൂൾ ഗീവ് അവയുടെ റിസൾട്ടാണ് അനൗൺസ് ചെയ്യുന്നത്. ഇത് കൂടാണ്ട് നമ്മുടെ ചാനലിൽ ഒരു 5K ഗീവ് അവേ നടക്കുന്നുണ്ട്. അത് നമ്മുടെ ചാനൽ 5K സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മുടെ ചാനൽ 4K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും അതിലും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഗിഫ്റ്റാണ്. അത് കൂടാണ്ട് ഇനിയും 5K സബ്സ്ക്രൈബേഴ്സ് കഴിയുമ്പോൾ ഇനിയും ഞാൻ ഗീവ് അവേ എന്തായാലും നടത്തും. ഇതിൽ എന്തായാലും എൻ്റെ വാക്കാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഞാൻ അങ്ങോട്ടും തരുന്ന ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ടോക്കൺ ഓഫ് ലവ് ആയിട്ട് ഇത് കണ്ടാൽ മതി. സോ ഞാൻ വീണ്ടും എടുത്തെടുത്ത് പറയുകയാണ്, നിങ്ങൾ ആരും വിഷമിക്കേണ്ട. ഇത്തവണ വിന്നർ ആയില്ലെങ്കിൽ നെക്സ്റ്റ് ടൈം എന്തായാലും വിന്നറാകും. പിന്നെ 1-2 പേര് എൻ്റെ അടുത്ത് കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചിരുന്നു, ഒരു തവണ വിന്നർ ആയി കഴിഞ്ഞാൽ അവർക്ക് തന്നെ നെക്സ്റ്റ് ടൈമും വിന്നർ ആവാൻ പറ്റുമോ എന്ന്. എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ അതിനും ചാൻസ് ഉണ്ടാകാം. ഇനി ഒരു പ്രാവശ്യം വിന്നറായി എന്ന് വെച്ചാൽ പിന്നെ വിന്നർ ആയിക്കൂടാ എന്നൊന്നുമില്ല. പക്ഷേ നമ്മൾ എല്ലാവർക്കും ചാൻസ് കിട്ടണമല്ലോ. നിങ്ങൾക്ക് തന്നെ എപ്പോഴും ഗിഫ്റ്റ് കിട്ടിക്കൊണ്ടിരുന്നിട്ടും കാര്യമില്ലല്ലോ. എൻ്റെ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള എല്ലാവർക്കും ഗിഫ്റ്റ് തരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും എല്ലാവർക്കും കൊടുക്കാനുള്ളൊരവസ്ഥയോ സാഹചര്യമോ ഒന്നും അല്ല നമുക്ക്. എല്ലാവർക്കും നമുക്ക് കൊടുക്കാനും പറ്റില്ല. നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ മനസ്സിലാകും. സോ എല്ലാവർക്കും ചാൻസ് കിട്ടാൻ പാകത്തിന്, മാക്സിമം എല്ലാവരിലേക്കും ഗിഫ്റ്റ് എത്താൻ പാകത്തിനാണ് ഞാൻ നോക്കുന്നത്. സോ ഒരു തവണ വിന്നർ ആയിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ തന്നെ ആവണം എന്നില്ല. ഇനി എങ്ങാൻ ബൈ ചാൻസിൽ ആയിക്കഴിഞ്ഞാൽ അയാൾക്ക് കൊടുക്കാണ്ടിരിക്കില്ല, എന്തായാലും കൊടുക്കും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഗീവ് അവേക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ് എല്ലാം അറേഞ്ച് ചെയ്ത് സെറ്റാക്കി വെക്കുകയാണ്. ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത്, ഓരോ വിന്നറിനും ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. പിന്നെ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് രാത്രിയാണ്. അതുകൊണ്ട് തന്നെ ലൈറ്റിങ്ങും ക്വാളിറ്റിയൊക്കെ തീരെ കുറവായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം. അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക.
അപ്പോൾ പറഞ്ഞ് ലാഗ് അടുപ്പിച്ച് ബോറടിപ്പിക്കാതെ നമുക്ക് വിന്നർ അനൗൺസ്മെൻറ്റിലേക്ക് കടക്കാം. ഞാൻ ഓൾറെഡി ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 6 വിന്നേഴ്സിന്, അതായത് 6 വിന്നേഴ്സിനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അത് കൂടാണ്ട് എൻട്രീസ് കുറേ അധികം വരുവാണെങ്കിൽ 2 വിന്നേഴ്സിനെ ലക്കി വിന്നേഴ്സായിട്ട് സെലക്ട് ചെയ്യുന്നു പറഞ്ഞിരുന്നു. 6 വിന്നേഴ്സിനുള്ള ഗിഫ്റ്റാണ് ഞാൻ ആ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. ഈ ഒരു വീഡിയോയിലും കാണിക്കുന്നത് 6 വിന്നേഴ്സിൻ്റെ ആണ്. ലക്കി വിന്നേഴ്സിൻ്റെ ഗിഫ്റ്റ് സർപ്രൈസ് ഗിഫ്റ്റാണ്. അത് ഞാൻ ഷോർട്സിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ടോട്ടൽ 8 വിന്നേഴ്സിനെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ അനൗൺസ് ചെയ്യുന്നത്. ആൻഡ് ലാസ്റ്റായിട്ട് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇതിലൂടെ നമ്മൾ ഫസ്റ്റ് വിന്നർ, സെക്കൻഡ് വിന്നർ, തേർഡ് വിന്നർ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് സ്ഥാനം അനുസരിച്ചുള്ള ഫസ്റ്റോ സെക്കൻഡോ തേർഡോ ഒന്നും അല്ല. ഈ 8 വിന്നേഴ്സിനും കിട്ടുന്നത് എല്ലാവർക്കും യൂണീക്കായിട്ടുള്ള, യൂസ്ഫുൾ ആയിട്ടുള്ള, അടിപൊളി കിടിലൻ സാധനങ്ങളാണ്. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള സ്കൂൾ സപ്ലൈസ് ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഏതാ സെക്കൻഡ് ഏതാ തേർഡ് ആയാലും എങ്ങനെ കിട്ടിയാലും നിങ്ങൾക്ക് കുഴപ്പമില്ല. ഞാൻ പറയുമ്പോൾ ഫസ്റ്റ് വിന്നർ, സെക്കൻഡ് വിന്നർ എന്നൊക്കെ പറയുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വിന്നേഴ്സ് ആരാന്ന് നോക്കാം. സോ നമ്മുടെ ബാക്ക് ടു സ്കൂൾ ഗീവ് അവേയിൽ ഫസ്റ്റ് വിന്നറായിട്ട് സെലക്ട് ആയിട്ടുള്ളത് ഇറ്റ്സ് മീ സെൻഹ എന്ന് പറഞ്ഞിട്ട്, സെൻഹ എന്ന് പറഞ്ഞ കുട്ടിയാണ്. താങ്ക് യു സോ മച്ച് ആൻഡ് കൺഗ്രാറ്റുലേഷൻ സെൻഹ. സെൻഹ എനിക്ക് പേഴ്സണലി അറിയുന്ന ആളൊന്നുമല്ല, പക്ഷേ കമൻറ്റ് വഴി നല്ലൊരു ഫ്രണ്ട് ആൻഡ് സബ്സ്ക്രൈബറാണ്. എനിക്ക് ഒരുപാട് കമൻറ്റ് ഇട്ടിട്ടുണ്ട്, ഒരുപാട് ഒരു ടോപ്പ് കമൻറ്റർ പൊസിഷനിലേക്ക് എത്തിയിട്ടുള്ള ആളാണ് സെൻഹ. ആൻഡ് സെൻഹ, കൺഗ്രാറ്റുലേഷൻസ്. ഇനി നെക്സ്റ്റ് നമ്മുടെ സെക്കൻഡ് വിന്നറായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് പ്ലം ഡ്രീം 2.0 എന്ന് പറഞ്ഞിട്ടൊരു സബ്സ്ക്രൈബറാണ്. അതും നമ്മുടെ ഒരു ടോപ്പ് കമൻറ്റർ പൊസിഷനിലേക്ക് വന്നിട്ടുള്ള ആളാണ്. കൺഗ്രാറ്റുലേഷൻസ്. ആളുടെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. കൺഗ്രാറ്റുലേഷൻസ് പ്ലം ഡ്രീം. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ തേർഡ് വിന്നറായിട്ട് സെലക്ട് ആയിട്ടുള്ളത് ഷഹനാസ് ക്യാൻവാസ് എന്ന് പറഞ്ഞിട്ടൊരു സബ്സ്ക്രൈബറാണ്. കൺഗ്രാറ്റുലേഷൻസ് ഷഹന. നെക്സ്റ്റ് ഫോർത്ത് വിന്നറായിട്ട് സെലക്ട് ആയിട്ടുള്ളത് ജംഷി SV എന്ന് പറഞ്ഞിട്ടൊരു സബ്സ്ക്രൈബറാണ്. ആളും ടോപ്പ് കമൻറ്റർ പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ട്. 100+ കമൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് ജംഷി. നെക്സ്റ്റ് ഫിഫ്ത്ത് വിന്നറാണ്. ഫിഫ്ത്ത് വിന്നറായിട്ട് സെലക്ട് ആയിട്ടുള്ളത് ഫെബാസ് വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു സബ്സ്ക്രൈബറാണ്. താങ്ക് യു സോ മച്ച് ഫെബ ഫോർ യുവർ സപ്പോർട്ട്. കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് സിക്സ്ത് വിന്നറായിട്ട് സെലക്ട് ആയിട്ടുള്ളത് തനു എന്ന് പറഞ്ഞിട്ടൊരു സബ്സ്ക്രൈബറാണ്. താങ്ക് യു സോ മച്ച് തനു. കൺഗ്രാറ്റുലേഷൻസ് ഫോർ വിന്നിങ്. അങ്ങനെ ടോട്ടൽ നമ്മൾ 6 വിന്നേഴ്സിനെ സെലക്ട് ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ആ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൂടുതൽ എൻട്രീസ് വരുവാണെങ്കിൽ 2 ലക്കി വിന്നേഴ്സിനെ കൂടെ സെലക്ട് ആക്കുന്നുണ്ടെന്ന്. ഇനി നമ്മൾ അനൗൺസ് ചെയ്യാൻ പോകുന്നത് 2 ലക്കി വിന്നേഴ്സ് ആരൊക്കെയാണെന്നാണ്. ആൻഡ് ഫസ്റ്റ് ലക്കി വിന്നറായിട്ട് റാൻഡമായിട്ട് സെലക്ട് ആയിട്ടുള്ളത് കമറു മനു എന്ന് പറഞ്ഞിട്ടൊരു സബ്സ്ക്രൈബറാണ് കേട്ടോ. താങ്ക് യു സോ മച്ച് കമറു. കമറുടെ എല്ലാ കമൻസും ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. കൺഗ്രാറ്റുലേഷൻസ് കമറു. ആൻഡ് നെക്സ്റ്റ് ലക്കി വിന്നർ, അതായത് നമ്മുടെ 8th ബാക്ക് ടു സ്കൂൾ ഗീവ് അവേ വിന്നറായിട്ട് സെലക്ട് ആയിട്ടുള്ളത് ഐഷ ഹുസ്ന എന്ന് പറഞ്ഞിട്ട് സബ്സ്ക്രൈബറാണ്. കൺഗ്രാറ്റുലേഷൻസ് ഐഷ ഹുസ്ന. ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ ദ വിന്നേഴ്സ്. എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. എന്നെ സപ്പോർട്ട് ചെയ്തതിനും സബ്സ്ക്രൈബ് ചെയ്തതിനും ആൻഡ് കമൻറ്റ് ചെയ്തതിനും ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിനും എല്ലാത്തിനും. ഇനി ഇതിൽ വിന്നേഴ്സ് ആവാത്തവർ ഒരിക്കലും വിഷമിക്കരുത്. ഇനി നമുക്കൊരു ഗീവ് അവേയും കൂടെ അനൗൺസ് ചെയ്യാനുണ്ട്. റിസൾട്ട് 5K ഗീവ് അവേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചാനൽ 5K സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ അതെന്തായാലും അനൗൺസ് ചെയ്യും. അതിലും ഇതുപോലെ ക്യൂട്ട് ആൻഡ് യൂസ്ഫുൾ ആയിട്ടുള്ള ഗിഫ്റ്റാണ്. അതാരും മിസ്സാക്കരുത്. ഇതിൽ വിന്നേഴ്സ് ആവാത്ത കുറേ പേരുണ്ട്. കുറേ പേരുടെ പേര് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ പേരുടെ പേര് എടുത്ത് പറയാനാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയാത്തത്. ഇഷ്ടംപോലെ പേര് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ട്. നിങ്ങളെല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. കീപ് സപ്പോർട്ടിങ്. അപ്പോൾ ഇനിയുള്ള ഗീവ് അവേയിൽ എന്തായാലും നിങ്ങൾക്ക് വിന്നറാകാൻ പറ്റും. അത് കൂടാണ്ട് ടോപ്പ് കമൻറ്ററായിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. കുറേ പേര് 100+ കമൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു പ്രാവശ്യം വിന്നറായിട്ട് ഗിഫ്റ്റ് എന്തായാലും കിട്ടും. ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങളുടെ എല്ലാവരുടെയും കമൻസ് ഞാൻ ഫുള്ള് വായിച്ചു നോക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവരുടെയും പേരും എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളെല്ലാവരെയും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു ഗീവ് അവേയിൽ കിട്ടിയില്ല എന്ന് വെച്ചാൽ ഇത് പോയി, ഒരുപാട് പ്രതീക്ഷിച്ചു, കിട്ടിയില്ല, എന്നാൽ ഇനി പോകാം എന്നൊക്കെ പറഞ്ഞ് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവോ വിഷമിക്കുകയോ ഒന്നും ചെയ്യേണ്ട. ഇനി നമ്മുടെ ചാനൽ 5K സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഒരു ഗീവ് അവേയുടെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട്. അത് കൂടാണ്ട് എല്ലാ മാസവും ഏറ്റവും കൂടുതൽ കമൻസ് ഇടുന്നവരിൽ നിന്നും സെലക്ട് ചെയ്യുന്ന ടോപ്പ് കമൻറ്ററിന് നമ്മൾ സെലക്ട് ചെയ്ത് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇത് കൂടാണ്ട് 6K ആകുമ്പോഴും 7K ആകുമ്പോഴും 10K ആകുമ്പോഴൊക്കെ ഒരുപാട് ഗീവ് അവേസ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് തരാൻ കുറേ ഗിഫ്റ്റ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കീപ് കാം ആൻഡ് വെയിറ്റിംഗ്. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഇനി അങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഗീവ് അവേ വീഡിയോസ് ആയിട്ടും മറ്റ് ലോങ് വീഡിയോസും ഷോർട്സ് ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ്. ഇനി നമ്മുടെ മെയ് മാസത്തെ ടോപ്പ് കമൻറ്റർ ആരാണെന്നുള്ള വീഡിയോ നെക്സ്റ്റ് ഡേ ഇൻഷാല്ല ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിലും നിങ്ങൾക്ക് വിന്നർ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും കീപ് സപ്പോർട്ടിങ്, കീപ് സബ്സ്ക്രൈബിങ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ്. ആൻഡ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോ എൻഡ് ചെയ്യാം. വിന്നേഴ്സായിട്ട് സെലക്ട് ആയിട്ടുള്ളവർ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് എന്തായാലും വായിക്കാൻ മറക്കണ്ട. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ടാകും. എൻ്റെ മെയിൽ ID നിങ്ങളുടെ അഡ്രസ്സ് ആൻഡ് ഡീറ്റെയിൽസ് അയക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സും കമൻറ്റ് ബോക്സും നോക്കണേ.